വയനാട് അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയെ ഊട്ടിക്കവല കാപ്പിത്തോട്ടത്തിൽ കണ്ടെത്തിയതായി വയനാട് DFO. ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുകയാണ്. പറമ്പിൽ നിന്ന് പുറത്തെത്തിച്ച ശേഷം മയക്കുവെടിവെക്കും. ഇന്ന് പുലർച്ചെയാണ് ആടിക്കൊല്ലി സ്വദേശി ബിജുവിന്റെ ആടിനെ കടുവ കൊന്നത്. അമ്പത്താറിനടുത്ത് ഊട്ടിക്കവല എന്ന ഭാഗത്ത് ഒരു ലിഫ്റ്റിങ്ങിനുള്ളൊരു ശ്രമമാണ് ഉണ്ടായത്. വീട്ടുകാർ ഉണർന്നതുകൊണ്ട് ഇതിനെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ ഏറെയായിട്ട് ഇന്നലെ വൈൽഡ് ലൈഫിൽ കൊണ്ടുവന്ന കൂട്ടിൽ, റിസർവ് കൂട്ടിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ രാത്രി തന്നെ ഡോക്ടറും സംഘവും കൂടി എത്തുകയും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഈ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അനുകൂലമായ സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മയക്കുവെടി വെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. നിലവിൽ 5 കൂടാണ്. നിലവിൽ 4 കൂടാണ് ഈ പറയുന്നത്. നമ്മൾ അപേക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു അവധി ദിവസമാണ്. പരമാവധി ജനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ദൗത്യം അതിൻ്റെ വിജയകരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് അവിടെ പരമാവധി ഡിസ്റ്റർബൻസ്, ഈ പറയുന്ന ദൗത്യം നടക്കുന്ന ഭാഗത്ത് പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, നിലവിൽ ഇപ്പോൾ കടുവ കാപ്പിത്തോട്ടത്തിലുള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി പുറത്ത് എത്തിക്കുക, ഒന്നുകിൽ മയക്കുവെടി വെക്കണം അല്ലെങ്കിൽ കൂട്ടിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതു രീതിയിലുള്ള തുടർ നടപടികളാണ് ഇപ്പോൾ വനപാലകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? രോഹിണി സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നെങ്കിൽ കൂട്ടിലാക്കുക അല്ലെങ്കിൽ മയക്കുവെടി വെക്കുക. ഈ 2 ഓപ്ഷനാണ് ഈ വനംവകുപ്പിനുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മയക്കുവെടി വെച്ച് തന്നെ പിടികൂടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. കാപ്പിത്തോട്ടിലായിരുന്നു ഇത്രയും നേരം കടുവ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കടുവയെ കാണാൻ, അത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തിനാൽ തന്നെയും ആ സറൗണ്ട് ലൊക്കേഷനിൽ അല്ലെങ്കിൽ ആ സറൗണ്ടിൽ തന്നെ ഈ കടുവ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് DFOയുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മോട് പറയുന്നതും. എന്താ ഇപ്പോഴും ഈ പ്രദേശത്തടക്കം തെരച്ചിൽ തുടരുകയാണ്. മാത്രമല്ല ഈ കടുവ ഈ ഒരു കാപ്പിത്തോട്ടത്തിൽ നിന്നും പുറത്തു വന്നാൽ മാത്രമേ അതിനെ മയക്കുവെടി വെക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്തരം നിറഞ്ഞു നിൽക്കുന്ന കാപ്പിത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ എയിം ചെയ്യാൻ, അത് ഗണ്ണിൽ എയിം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ആ കടുവയെ അത്തരത്തിൽ വെടിവെച്ച് പിടിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുറസായ സ്ഥലത്തേക്ക് കടുവയെ എത്തിക്കുക, അതിനുശേഷം മയക്കുവെടി വെക്കുക, ഇതായിരിക്കും വനം വകുപ്പിന്റെ കീഴിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതിനായി വനം വകുപ്പ് കാത്തിരിക്കുകയാണ്. എന്തിനാ തന്നെയും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ കടുവയെ പിടികൂടാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആ DFO പറയുന്നതും. സ്വാഭാവികമായും 4 മണിക്ക് ശേഷം ഇത്തരത്തിൽ മൃഗങ്ങളെ മയക്കുവെടി വെക്കാൻ പാടില്ല എന്നുള്ള ഒരു ചട്ടമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈകിട്ടായി കഴിഞ്ഞാൽ ഇരുട്ടാകും. മാത്രമല്ല ഈ ചട്ടമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടി നോക്കി കാണേണ്ടതുണ്ട്. തെരച്ചിൽ ചിലപ്പോൾ ഇന്ന് നടന്നില്ലെങ്കിൽ നാളെയും തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും തന്നെയും ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് ആ പ്രദേശത്ത് നടത്തുന്നത്. അതിലാണ് ഇത്തരത്തിൽ ഈ ഒരു കടുവയുള്ള ലൊക്കേഷൻ കൃത്യമായി തെളിഞ്ഞിട്ടുള്ളത്. എന്നാൽ വനപാലകർക്ക് അവിടേക്ക് എത്തുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ വലിയ ഒരു വസ്തുത. സ്വാഭാവികമായിട്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് DFO പറഞ്ഞതുപോലെ ഇന്ന് വയനാടിന് അവധിയാണ്. പൊങ്കൽ പ്രമാണിച്ച് വയനാട് ജില്ലയ്ക്ക് അവധിയാണ്. അത് അവധി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഓരോ ഇടത്തുകൂടി ആളുകൾ വരുമ്പോഴും അത് വലിയ അപകട സാധ്യത ഉളവാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ പരമാവധി ഈ പ്രദേശത്തേക്ക്, ഈ അമരക്കുനി ഭാഗത്തേക്ക് എത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വീണ്ടും തുടരുകയാണ്. ഈ കടുവ പുറത്തു വരികയാണെങ്കിൽ അപ്പോൾ തന്നെ മയക്കുവെടി വെക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ കടുവയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.